പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. സൂചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇനി ഒന്നും കിട്ടുന്നില്ല, ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യണം? വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാം. രേണുസുതിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടന്റെ 2 മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും പരത്തിയടിക്കാനൊക്കെ അറിയാം. നന്നായിട്ട് മോശം പറഞ്ഞു. വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുവാണ്. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. എന്നാലും ചേച്ചി കൊള്ളാലോ. ഇന്റർവ്യൂവിന്റെ പേരിൽ ആളെ വിളിച്ചിരുത്തി പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ച് എന്നിട്ട് അതെടുത്ത് മറ്റുള്ളവർ ട്രോളിയപ്പോൾ വ്ളോഗർമാരുടെ നേർക്ക് തിരിഞ്ഞു. അപ്പൊ ചേച്ചി ചെയ്തത് നല്ല കാര്യമാണോ? ചേച്ചിയെല്ലാം ഇട്ടുകൊടുത്തത് ഓരോ കാരണങ്ങൾ അല്ലേ? ചേച്ചിക്ക് അവിടെ കയറിയിരുന്ന് ഹോട്ട് സീറ്റിൽ കയറുന്നത് എന്തും ചോദിക്കാം, പറയാം, എല്ലാം ചെയ്യാം. അവസരത്തിനൊട്ട് സംസാരിക്കാൻ അറിയാം. എന്നിട്ട് അതെടുത്ത് മറ്റുള്ളവർ വീഡിയോ ചെയ്തപ്പം ചേച്ചിക്ക് കൊണ്ടുപോയോ? അപ്പൊ ചേച്ചി ചെയ്തതൊക്കെ നല്ലതാണെന്നാണോ പറയുന്നത്? എന്നിട്ട് അവസാനം പറയുന്ന ഇത് രേണുസുതിയും നിങ്ങളും തമ്മിലുള്ള ഒരു നാടകമായിരുന്നു, ഒത്തുള്ളൊരു ഇതായിരുന്നു, അറിഞ്ഞുകൊണ്ട് ചെയ്തതാ, നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാന്ന്. അപ്പൊ നിങ്ങളെന്തിനാ പ്രേക്ഷകരെ പൊട്ടന്മാരും പൊട്ടികളും ആക്കിയതാണോ? കൊള്ളാം, നല്ല ഇന്റർവ്യൂ ആയിരുന്നു.